രാമായണത്തണലിൽ ആത്മീയ നവീകരണം 18-ാം ഭാഗം. രാമായണ പാരായണം 18-ാം ദിവസമായ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാതടത്തിൽ പ്രവേശിച്ചതിന് ശേഷം ശംശല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സുഖത്തോടെ അവർ കഴിയുന്നു. ഗുഹനുമായുള്ള സംഗമമാണ് വായിക്കാൻ പോകുന്നത്. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി ഇഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വശസി തുഷ്ട്യാ തുടമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനും ഉര ചെയ്തു. ശ്രീരാമന്റെ ആഗമനത്തെ മഹോത്സവമായിട്ടാണ് ഗുഹൻ കാണുന്നത്. ഗുഹനെ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടുകൂടി രാമൻ ആശ്ലേഷിച്ചു. നന്മയും സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഒരു ഹൃദയമാണ് ഗുഹന്റെ വാക്കുകളിൽ തുടിക്കുന്നത്. ശ്രീരാമൻ അതേ സ്നേഹത്തോടുകൂടി മറുപടി പറയും. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കം ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം. രാജകൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ ഉറങ്ങിപ്പോന്ന ശ്രീരാമനും സീതയും കാട്ടിലെ മരച്ചുവട്ടിൽ ഉറങ്ങേണ്ടതായി വന്ന അവസ്ഥയിൽ മനം നൊന്ത് ഗുഹൻ കണ്ണുനീർ പൊഴിക്കുന്നതാണ് അടുത്ത ഭാഗം. ലക്ഷ്മണൻ വില്ലും അമ്പു ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ടതിൽ ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ. ലക്ഷ്മണൻ ഗുഹന് നൽകുന്ന മറുപടി ചിന്തോദ്ദീപകമാണ്. കേൾക്കുക. പർണതൽപ്പലേ ഭുവി ദാരുമൂലേ അർണോജനേത്രനുറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിക പല്ലവ പല്യങ്കസീന്നി വനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നു കൈകേയി. മന്ദരാചിത്തമസ്തായ കൈകേയി താൻ ഹന്തമഹാപാപം ആചരിച്ചാളല്ലോ. മനുഷ്യന്റെ സുഖദുഃഖങ്ങൾക്ക് യഥാർത്ഥ കാരണം പൂർവജന്മാർജിത കർമ്മമാകുന്നു. പൂർവജന്മങ്ങളിലെ പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ അനന്തര ജന്മങ്ങളിലൂടെ തുടരുന്നു. ശ്രുത്വാ ഗുഹോക്തികൾ
ഇത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു ഭദ്രജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ വാ കോ ഹി ഹേതു സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരു ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃത. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല പുതന്മാർക്കതേതുമേ. ഞാനിതിനു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേകൾ. ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ. കർമ്മങ്ങളുടെ എല്ലാം കർത്താവ് താൻ മാത്രമാണെന്ന് മനുഷ്യൻ വിചാരിക്കുന്നത്. ലോകം കർമ്മപാശത്താൽ ബദ്ധമാണ്. പുണ്യപാവങ്ങളുടെ വിളഭൂമിയാണ് മനുഷ്യ ശരീരം. ലോകത്തിൽ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും വരും, പകലും രാത്രിയും പോലെ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം. ദൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. രണ്ടുമന്യോന്യം സംയുക്തമായേവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദൃഷ്ടാത്മനാമരുവുന്ന ബുധജനം. ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. തങ്ങൾക്ക് തുണയായിരിക്കുവാൻ ഗംഗയോട് സീത പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത ഭാഗം. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പുലർത്തേണ്ട ബന്ധമെന്തെന്ന് ഈ വരികൾ നമ്മൾക്ക് പറഞ്ഞു തരും. രാമായണത്തിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും സഞ്ചരിക്കുന്നത് കാടുകളിലൂടെയാണ്. വനാന്തരങ്ങളും അവയിലൂടെ ഒഴുകുന്ന നദികളും മരങ്ങളും വൃക്ഷലതാദികളും സസ്യശാസ്ത്രപരമായും ഭൂമിശാസ്ത്രപരമായും കൃത്യത പുലർത്തുന്നവയുമാണ്. രാവണപുത്രൻ്റെ ബാണമേറ്റ് ബോധരഹിതനായ ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ ഹനുമാൻ ഹിമാലയ സാനുക്കളിൽ നിന്ന് മൃതസഞ്ജീവനിക്കായി ദ്രോണഗിരി ഗന്ധമാദന പർവ്വതം ഒന്നാകെ ലങ്കയിലേക്ക് ചുമന്നുകൊണ്ടുവരുന്നത് അടുത്ത ബന്ധത്തിന്, സസ്യജാലങ്ങളുള്ള അടുത്ത ബന്ധത്തിന് ഉദാഹരണമാണ്. വനവാസത്തിൻ്റെ തുടക്കം അയോധ്യാകാന്ഡത്തിൻ്റെ അവസാന ഭാഗവും വനജീവിതവും സീതാപഹരണവുമാണ് ആരണ്യകാന്ഡത്തിൽ വിവരിക്കുന്നത്. മന്ദാകിനി നദിക്കരയിലെ മനോഹരമായ ചിത്രകൂട വനാന്തരങ്ങളിൽ താപസന്മാർക്കൊപ്പമായിരുന്നു ഭരതൻ രാമനെ തിരികെ വിളിക്കാൻ എത്തുന്നതും വസിഷ്ഠ മഹർഷി അവതാര രഹസ്യം
ഭരതനോട് പറയുന്നു. ശ്രീരാമ പാദുകങ്ങൾ വാങ്ങി മടങ്ങുന്നതും ഇവിടെ വെച്ചാണ്. യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാവുന്നതു ലക്ഷ്മണൻ, ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാരാർത്ഥം പുറപ്പെട്ടു രാഘവൻ, മന്ദരാവാക്യവും കൈകേകി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലും ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ, മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോളും ഇപ്പോഴേ ചെന്നയോധ്യാപുരിപൊക്കു വസിക്ക നീ. വന്നിടുമഗ്രജൻ താനുമനുജനും ദേവിയും ഈ 7 സംവത്സരാവധവും, രാവണൻ തന്നെ വധിച്ചു സൗപുത്രകം. ഇത്തരം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുകുർന്നം അസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജായതേ, പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. ആവത്തവാഗമനം ദേവദേവമേ, താവദേവാനാരദം ഭജിച്ചിടുവൻ. ഗുരുവചനം കേട്ടതോട് ഭരതൻ ഭക്തിയോടുകൂടി സോദരനോടൊപ്പം ശ്രീരാമ സന്നിധിയിലെത്തി നമസ്കരിച്ചിട്ട് രാജ്യത്തിനായി ശ്രീരാമന്റെ പാദുകങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. മനുഷ്യരായ നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ഈശ്വരനെ സ്നേഹിക്കുക എന്ന എളുപ്പ വഴിയിലൂടെ എല്ലാ ജീവജാലങ്ങളെയും പരിപൂർണമായി സ്നേഹിക്കുവാൻ കഴിയും. ഭക്ഷണം കഴിച്ചാൽ ഊർജം ശരീരത്തിൽ മുഴുവൻ പെട്ടെന്ന് വ്യാപിക്കും. വേരിൽ വെള്ളമൊഴിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഊർജം വലിയ മരത്തിൻ്റെ വേരുകളിൽ പെട്ടെന്ന് വ്യാപിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം തുടർച്ചയായി കേൾക്കുകയും ജപിക്കുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കും. എല്ലാവരും രാമായണം വായന തുടരുക.